പറഞ്ഞതോ സ്വർഗം താണിറങ്ങി വന്നതോ. അങ്ങനെ എന്റെ സൃഷ്ടി പൂർത്തിയായിരിക്കുന്നു. അപ്പൊ വരച്ചു കഴിഞ്ഞു എന്നെ എവിടെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കാണാൻ കൊതിയായി. ഞാൻ കണ്ണടച്ചു പിടിച്ചേക്കാണേ. അടച്ചു പിടിച്ചു. തുറന്നോളൂ, നോക്കട്ടെ. നോക്കിക്കോ. ഇതാരാ പറയുമ്പോൾ ഇതാരാ? ഇത് നിങ്ങളുടെ പഴയ കാമുകിയല്ലേ? എന്റെ മനസ്സിൽ പതിഞ്ഞത് എന്റെ ക്യാൻവാസിൽ പകർത്താൻ പറ്റൂ എനിക്ക്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനാ? നീ എന്റെ മനസ്സിൽ പതിയണ്ടേ? കാണിച്ചു തരാം. നിങ്ങളുടെ വര ഇന്നത്തോടെ ഞാൻ നിർത്തും. എന്റെ പെയിന്റ് തൊടരുത്. എന്റെ പെയിന്റ് തൊടാൻ ഞാൻ ശ്രമിക്കും, പക്ഷെ എന്റെ പെയിന്റ് തൊടാൻ ശ്രമിക്കില്ല. ആണല്ലേ? കാണിച്ചു തരാം ഞാൻ. ഇന്നത്തോടെ നിങ്ങളുടെ വര ഞാൻ നിർത്തും. എന്റെ പെയിന്റ് എന്റെ മുടിക്ക് മുടിയിൽ വിട്. എന്റെ പെയിന്റ് എടുത്തത് കള്ള എന്നെ ഏറെ എടുത്തെറിഞ്ഞല്ലേ? അതന്നെ, പ്ലാസ്റ്റിക് ട്യൂബായ നമ്മുടെ ഭാഗ്യം. വല്ല ചില്ലുകുപ്പിയായിരുന്നു നമ്മളിപ്പോ പേസ്റ്റ് ആയി പോയേനെ. പേസ്റ്റ് അല്ലേ? എന്നടാ നിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ പറയാണേ കറുപ്പ് ഇഷ്ടമല്ലെന്ന്. അത് കാണുന്ന ഒരു വിഷമം. എടാ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്യശാസ്ത്രത്തിൽ ഭരതൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം എന്താ പറഞ്ഞത്. എന്താ പറഞ്ഞു? മകൻ സിദ്ധാർത്ഥനെ വെച്ച് സിനിമ പഠിക്കണമെന്നല്ലേ? എന്നെ നിന്ന് കണ്ടു നോക്കിയടാ. വെളുപ്പെന്ന് പറഞ്ഞ ഒരു പ്രത്യേക അഴകാണ്, ഒരു ഐശ്വര്യമാണ്. വെളുപ്പെന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ പ്രതീകമാണല്ലേ? ഒന്നുമില്ല, പിന്നെ കറുപ്പാണ് സൂപ്പർ. കറുപ്പിന് 7 അടങ്ങുന്ന കേട്ടിട്ടില്ലേ? വെളുപ്പാണ് നല്ലതാ. കറുപ്പാണ് നല്ലത്. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ബഹളം. ഇവിടെ ആവശ്യമില്ലാത്ത ബഹളം. എന്റെ പൊന്നണ്ണ, ഈ പെണ്ണും പിള്ളേടുത്ത് എന്നെ ഒറ്റ എറിഞ്ഞാക്കണ്ടല്ലോ. ആ പാറ ചെന്ന് തലയടിച്ചെണ്ണ. എന്നിട്ട് നിന്റെ ദേഹത്തോട് ചോരയൊന്നും വരുന്നില്ലല്ലോ. ചോരയൊക്കെ വരുന്നു, ചോപ്പായിട്ട് നിങ്ങൾ കാണാത്തതാ. ഇവരിച്ചിരി കുന്തളിപ്പുണ്ടല്ലേ? കുറെ അഹങ്കാരം കൂടുതൽ. അഹങ്കാരമല്ല, അവനൊരിച്ചിരി ഉണ്ട്. സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം ഭരണം ഞങ്ങളെ കള്ളറല്ലേ. ഒരായിട്ട് ഇപ്പൊ മഴയുടെ സമയമാണ്. എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട്. അപ്പൊ ചോപ്പായ ഞാനല്ലേ ടോപ്പ്? ചുവപ്പല്ല, വെളുപ്പായ ഞാനാണ് ടോപ്പ്. കറുപ്പായി ഞാനാണ് ടോപ്പ്. വെളുപ്പായ ഞാനാണ് ടോപ്പ്. വെളുപ്പായ ഞാനാണ് ടോപ്പ്. ബ്ലാക്കും കളറാണ്, വൈറ്റും കളറാണ്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കളറല്ലല്ലോ. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും വെളുപ്പാണ് കളറ്. എന്തൊക്കെ പറഞ്ഞാലും കറുപ്പാണ് കളർ. എന്നാ കറുപ്പ് എത്ര കളറാന്ന് പറയാൻ കാരണം? അതെ, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ പേര് ഞാനാ. ഏത്? ബ്ലാക്ക്. ഒന്ന് പോയെന്റെ കറുപ്പേ. അങ്ങനെയാണ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ഒരു പടം എന്റെ പേരില്ല. അതേതാ? വെള്ളാനുകളുടെ നാട്. അങ്ങനെയാണെങ്കിൽ ആരാ അഭിനയിച്ചതായിരിക്കും. പക്ഷെ എന്റെ വലിയൊരു സിനിമ ഉണ്ട്, ചുമന്ന പൂക്കൾ. എനിക്കറിയാം. ഗോപു മോനെ വരൂ. ഞാനാ ടോപ്പ്. കറുപ്പായി ഞാനാ ടോപ്പ്. വെളുപ്പായ ഞാനാണ് ടോപ്പ്. ഞാനാ നല്ലത്. നിർത്ത്. നീ രണ്ടും കൂടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഓടി കൗണ്ട് ചെയ്ത് നിന്റെ മൂക്കിൽ നിന്ന് ഇറങ്ങി എന്നെ കൊണ്ട് പറ്റത്തില്ലേ? നിങ്ങളെന്താ എന്റെ മൂക്കിനകത്ത് ഇറങ്ങി വരുന്നത്? ഓം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിന്റെ മൂക്കാമട്ട് ഇടിച്ചു പൊട്ടിക്കും. അപ്പൊ മൂക്കിൽ നിന്ന് ചോര വരും. അതിന്റെ കള്ളറ് ഞാനല്ലേ. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവധി കൊടുക്കാൻ വേണ്ടിട്ട് ഞാനുണ്ട് കലണ്ടറിൽ ചുമപ്പ ആണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഒരു റെസ്റ്റും ഇല്ല. എന്നെ നിനക്ക് റെസ്റ്റ് ഇല്ലാത്ത? 10:30 മണിയാകുമ്പോ എനിക്ക് സെക്രട്ടേറിയറ്റിലോട്ട് പോകണം. നീ എന്തിനാ സെക്രട്ടേറിയറ്റിലോട്ട് പോണേ? അവിടെ ഏതോ ഒരു പാർട്ടിയുടെ പ്രകടനമുണ്ട്. ഈ പ്രകടനം നടക്കുമ്പോ അറിയാമല്ലോ വാടിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഏവന്റെയൊക്കെ എവിടെ കൂടെ ഒക്കെ ഞാൻ ചീറ്റിത്തെറിച്ചിറങ്ങണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. വെളുപ്പിട്ടാണ് അവിടെ ആൾക്കാർ വരുന്നത്. വെളുപ്പാണ് ഏറ്റവും നല്ല കളറ്. കറുപ്പാണ് ഏറ്റവും നല്ല കളറ്. ചോപ്പാണെന്ന്. വെളുപ്പല്ല, ചോപ്പല്ല, കറുപ്പല്ല, നീലയാണ് ഏറ്റവും കിടില കളറ്. അയ്യോ, നീല വരുന്നു. ഇവരെക്കാരനോ രാവിലെ ഉറക്കം താമസിക്കുന്നത്. എനിക്കാണ് ഈ ബ്ലൂ കാണുന്നതേ അവശതയാ. ഇവൻ കാരണം ഞാൻ ബ്ലൂടൂത്ത് പോലും ഓണാക്കത്തില്ല. നിങ്ങൾ ആരുമല്ല ലോകത്തിലെ മഹത്തായ കളറ്. ലോകത്തിലെ മഹത്തായ കളറ് നീലയാണ്.
ചോപ്പാണ്. വെള്ളയാണ്. അല്ല ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പ്രപഞ്ചം തന്നെ നീലയിൽ അധിഷ്ഠിതമാണ്. ഈ ശൂന്യാകാശം നോക്കൂ, നീല. ഈ ആഴക്കടലുകൾ നോക്കൂ, നീല. പിന്നെ നിലക്കടൽ നോക്കൂ, നിലക്കടലയോ? അല്ല നീലക്കടൽ നോക്കൂ. നീലക്കടൽ ഉള്ളിൽ കിടക്കുന്ന ജീവി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് അറിയാമോ? നീലത്തിമിംഗലം. ഒന്നല്ലേ, അതൊക്കെ ചുരുക്കമായ കാര്യങ്ങളുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ കളർ ചുമപ്പ് തന്നെയാണ്. വെളുപ്പാണ്. കറുപ്പിലല്ല കുഴപ്പമാണോ? പക്ഷേ ഈ നീലയുടെ പേരിലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നുമല്ല, ഓസ്കാർ കിട്ടിയ പടമാണ്. അവതാർ മൊത്തം നീലമയമാണ്. അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മളെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ എവിടെ? ആഹാ, നമ്മൾ ഇതുവരെ വന്നിട്ട് വല്ലതും തിരക്കിയോ? നീല വന്നപ്പോ കണ്ടോ പെണ്ണുങ്ങളെ തിരക്കുന്നത്? അവന്റെ കള്ളന്റെ പണി അവൻ തുടങ്ങി. പച്ചപ്പനന്ദത്തെ പുന്നാരപ്പൂമുത്തി ആഹാ ആ ആ എന്താ പ്രശ്നം? നമ്മളൊരു തർക്കത്തിലായിരുന്നു. നീലയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നിറം? ചുമപ്പാണ് ഏറ്റവും ടോപ്പ് കളറ്. വെളുപ്പല്ലേ ഏറ്റവും ടോപ്പ് കളറ്? കറുപ്പല്ലേ നല്ല കളറ്? അല്ല, പച്ചയാണ് ഏറ്റവും നല്ല കളറ്. നമ്മുടെ പുളുത്തോ പച്ചയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പറയുന്നത് എന്താ? ഹരിത സുന്ദര കേരളം. അപ്പൊ പച്ചയല്ലേ നല്ലത്? നമ്മുടെ മനുഷ്യന്മാര് കഴിക്കുന്ന ആഹാരം എന്താ? പച്ചക്കറി, പച്ചമീന്, പച്ചവെള്ളം. ഇതെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്ത് നന്നായില്ലെങ്കിലോ പച്ചത്തെറി. അവിടെയല്ലേ പച്ച. അപ്പൊ പച്ചക്കല്ലേ മുൻഗണന. അല്ലല്ല, ചോപ്പിന് തന്നെ. വെളുപ്പിന് തന്നെയാ. നീലക്കാണ് കറുപ്പിന് തന്നെ. അല്ല, 1-ാം തീയതി നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്റെ പേരാ. അങ്ങനെ തോണ്ട നിൽക്കണ്ട ഒരുത്തം പച്ചയ്ക്കെന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ ബ്ലാക്ക് കിട്ടും. ബ്ലാക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താ? വാട്സപ്പ്. വാട്സപ്പിന്റെ എംബ്ലത്തിന്റെ കളർ എന്താ? പച്ച. അല്ല, വാട്സപ്പിന്റെ എംബ്ലത്തിന്റെ കളർ പച്ചയായിരിക്കും. പക്ഷെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് വായിക്കണമെങ്കിൽ ബ്ലൂടിക്ക് വീഴണം. ഈ ബ്ലൂടെക്ക് വീഴുന്ന മെസ്സേജ് ഭാര്യ കണ്ടിട്ട് ഭർത്താവുമായിട്ടൊരു അടിയുണ്ട്. അപ്പോഴും ഞാൻ അവിടെ ഇറങ്ങി വരിക, മൂക്കിൽ കൂടെ ചുമപ്പ് ചോര. ചോപ്പൊന്നല്ല വിളിക്കാനുള്ളത്, പിന്നെ ദുരന്തൻ എന്ന് വിളിക്കണം. ചോപ്പാണ് ഏറ്റവും ടോപ്പ് കളർ. പച്ച, നീല, കറുപ്പ്, വെളുപ്പ്, കറുപ്പ്, വെളുപ്പ്, പച്ച, വെളുപ്പ്, പച്ച, വെളുപ്പ്, പച്ച. വെളുപ്പ്. നിങ്ങൾ ആരുമല്ലേ ഏറ്റവും നല്ല കളറ്? പിന്നെ മഞ്ഞക്കുഞ്ഞിക്കാതുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളി മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാഞ്ഞിട്ടും പാവം നിന്നിട്ടും ഇത്തിരിയോളം ചക്കര കിട്ടിയില്ല. എന്താണ് ഇവിടെ ഒരു ബഹളം? അതെ, ഞങ്ങൾ ചെറിയൊരു തർക്കത്തിലായിരുന്നു. എന്ത്? ഞാൻ പറഞ്ഞു കുറുപ്പാണ് നല്ല കളറെന്ന്. കുറുപ്പോ? കറുപ്പാണ് നല്ല കളറെന്ന്. പിന്നെ നിങ്ങൾ എല്ലാരും വന്നൊരു കാര്യം പറയാനുണ്ടോ? അതെ, ആ ചിത്രകാരന്റെ പെണ്ണുമ്പുള്ളില്ലേ, അവൾ ആളത്ര ശരിയൊന്നും അല്ല. ഓ, അവള് വന്നപ്പോഴേ തുടങ്ങി അവിടെ മഞ്ഞപ്പത്രം. അല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലേ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. കറക്റ്റ് ആണ്. കാരണം എല്ലായിടത്തും ഇപ്പൊ മഞ്ഞപ്പിത്ത ഇവളാ നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളർ എന്തുവാ? മഞ്ഞ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളർ എന്തുവാ? മഞ്ഞ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീം ബ്രസീലിന്റെ കളർ എന്തുവാ? മഞ്ഞ. അതൊക്കെ പോട്ടെ, എന്റെ പേരിൽ ഒരു സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ്. കൺമണി കൺപോട് കാതളന്റെ കടമടയേ കൺമണി എൻ പൊന്മണി നീ ഒരു കവിത പാടണി, കവിത പാടണി, കവിത പാടണി. നിറം വെള്ളയാണെങ്കിലും സ്വഭാവം നീലടാന്നല്ല. നിങ്ങൾ അങ്ങനെ കൂടുതൽ ആക്ഷേപിക്കണ്ടോ? ഇപ്പൊ കണ്ടു എന്ത് പറഞ്ഞാലും ചേട്ടന് ചോപ്പാണ് ടോപ്പ്, നീലയാണ് ടോപ്പ്, പച്ചയാണ് ടോപ്പ്, വെളുപ്പാണ് ടോപ്പ്. ആരുമല്ല മഞ്ഞയാണ് ടോപ്പ്. കറുപ്പാണ് നല്ലത്. മഞ്ഞ. ആ പടം വരയ്ക്ക് നാളിപ്പോ ഇറങ്ങി വരുമ്പോ അയാൾ ഏത് കളറാണോ ആദ്യം എടുക്കുന്നത് അതാണ് ടോപ്പ്. ഓക്കെ അല്ലേ? അത് പിന്നെ നീലയിലെ എടുക്കും. അത് ചോപ്പ്. നീ പോവല്ലോ, നമുക്കറിയാലോ. പുള്ളി വെളുപ്പ്, വെളുപ്പ്, പച്ച, മഞ്ഞ, വെളുപ്പ്, വെളുപ്പ്, മഞ്ഞ, കറുപ്പ്, മഞ്ഞ, വെളുപ്പ്, മഞ്ഞ, ചോപ്പണം, മഞ്ഞ, ചോപ്പണം, മഞ്ഞ, മഞ്ഞ, ചോപ്പണം, വെളുപ്പ്, മഞ്ഞ, മഞ്ഞ, വെളുപ്പ്, പച്ച, മഞ്ഞ, 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 വെളുപ്പ്, മഞ്ഞ, പച്ച, മഞ്ഞ, പച്ച, 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 മഞ്ഞ, മഞ്ഞ, വെളുപ്പ്, പച്ച, വെളുപ്പ്, മഞ്ഞ, പച്ച, പച്ച, മഞ്ഞ, മഞ്ഞ, പച്ച, പച്ച, മഞ്ഞ, പച്ച, മഞ്ഞ, പച്ച, പച്ച.
അയ്യോ അയ്യോ എന്റെ അണ്ണാ എന്റെ പൊന്നോ ഇതെന്തോന്ന് ഒന്നും മനസ്സിലായില്ല. അയ്യോ നിങ്ങളങ്ങനെ പറയരുത്. അയാള് ഭയങ്കര പടം വരയ്ക്കുന്ന ആളാണ്. അയാൾക്ക് ചിത്രകലയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് ചിത്രകഥയ്ക്ക്? ചിത്രകഥയല്ല ചിത്രകല. അത് എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലല്ലോ. ആണോ സംഘാടകർക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ പുള്ളിക്ക് അവാർഡ് കിട്ടിയത്. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാ കളറും ഉണ്ടായിട്ട് നോക്കിയേ, അതിന്റെ അകത്ത് മഞ്ഞ കളറില്ല. മഞ്ഞ കളർ എവിടെ ഇരിക്കാന്നറിയാമോ? മുട്ടയ്ക്കകത്തിരിക്കുക മഞ്ഞക്കരുമായിട്ട്. ആരും എന്നെ കളിയാക്കൊന്നും വേണ്ട. മലയാളികൾ കണി കാണാൻ വേണ്ടിട്ടേ കണിക്കൊന്ന വെക്കുന്നില്ലേ, അതിന്റെ കളർ എന്തുവാ? മഞ്ഞ. ഈ കണിക്കൊന്നയുടെ മുമ്പ് ഇരിക്കുന്ന കൃഷ്ണന്റെ കളർ എന്താ? നീല. ഈ കൃഷ്ണന്റെ മുമ്പ് ഇരിക്കുന്ന പച്ചക്കറിയുടെ കളർ എന്താ? പച്ച. ആ വിളക്ക് കത്തിക്കുന്ന തിരിയുടെ കളർ തന്നെ വെള്ളം. ഈ തിരി അങ്ങോട്ട് കത്തിക്കഴിയും വരുമ്പോ തീയുടെ കളർ എന്തോ? ചുമപ്പ്. ഈ തിരി കത്തിത്തീരുമ്പോ കരുതിരി കത്തുള്ളൂ. അപ്പൊ കറുപ്പ്. എന്നാന്ന് പറഞ്ഞാലും വെളുപ്പാണ് ഏറ്റവും നല്ല കളർ. ചുമപ്പാണ് ഏറ്റവും വലുത്. പച്ചയാണ്. വെളുപ്പ്. ഹരഹര തീവ്രം വീക്ഷണം ഹരസവിഹീനം സാത്വികം പ്രതിഫലദാത്രം സൂക്ഷ്മനേത്രം സത്യയുക്തം സർവദാ. നോക്കടാ, നമ്മുടെ കൂട്ടത്തില്ലാത്ത ആടവി. കാക്കി. ഏത് ജാക്കി? ജാക്കി അല്ല കാക്കി. നിനക്കെന്താ ഇവിടെ കാര്യം? കൊറേ നേരമായി കറുപ്പ് ചോപ്പ് വെളുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹള വെക്കുന്നു. എടാ നിങ്ങളെപ്പോലുള്ളവന്മാർ ഇതുപോലെ ലഹള ഉണ്ടാക്കുമ്പോഴാണ് എന്റെ കളറായ കാക്കിയിട്ട ഏവന്മാര് വന്ന് ഇടപെടുന്നത്. മനസ്സിലായി? കൂടുതൽ വേഷം കിട്ടെടുത്താ എല്ലാത്തിനും പൊക്കിയാൽ അകത്തിടും. അങ്ങനെ പോക്കി അകത്തിട്ടാലേ ഞങ്ങൾ പല കളറിലുള്ള കൊടികൾ പല സ്ഥലങ്ങളിൽ പോകും. പിന്നെ സസ്പെൻഷനായി ഡിസ്മിസായി ഏത് വേണം സാറ് തീരുമാനിക്കും. ഒരു തമാശ പറഞ്ഞപ്പോ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തല്ലേ? നമ്മളൊക്കെ ഒറ്റ കെട്ടല്ലേ? നമ്മൾ നിറങ്ങളില്ലെങ്കിൽ ഭൂമിക്ക് ഒരു ഭംഗിയില്ല. പിന്നെ നമ്മുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരല്ലേ ആസ്വദിക്കേണ്ടത്. പിന്നെ മണ്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാരാ നിറത്തിന്റെയും കൊടിയുടെയും പേര് തമ്മിലടിക്കുന്നത്. ശരിയാ ശരിയാ. നമ്മളെന്നും ഒറ്റ കെട്ടല്ലേ? നമുക്കെന്നും ആഘോഷമല്ലേ? അതെ. അങ്ങനെയാണെങ്കിലേ ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. അതെന്താ? ഹോളി.